തൃശൂർ പൂരം കലക്കലിൽ എഡിജിപിക്കെതിരെ നിലപാട് കടുപ്പിച്ച് CPI. ജനയുഗം പത്രത്തിന്റെ മുഖപ്രസംഗത്തിലാണ് പരാമർശം. അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും ഇടപെടാത്തതിൽ ദുരൂഹത. പൂരം കലക്കൽ അട്ടിമറിയെന്ന് പൊതുജന വികാരം ഉണ്ടെന്നും മുഖപ്രസംഗത്തിൽ. വിവരങ്ങളുമായി VV വിനീഷ് ചേരുന്നു. വിനീഷ്, നമസ്തേ, സ്വാഗതം പുത്തമ്പുലരിയിലേക്ക്. വളരെ നിർണായകമായ ഒരു സമീപനമാണല്ലോ CPI ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ADGPയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് നമ്മൾ വാർത്ത ചെയ്തിരുന്നു. അതായത് ഈ ഒരു സംഭവത്തിൽ പോലീസിനെ ആകെ വെള്ളപൂശി, അതല്ലെങ്കിൽ SP-ക്ക് ഒരു ജാഗ്രത കുറവുണ്ടായി, SP വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ല എന്നൊക്കെ പറയുകയും മറ്റു തരത്തിൽ ഒരു ഗൂഢാലോചനയും അട്ടിമറി ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടാണ് ADGP DGPക്ക് കൈമാറിയത്. ഇനി DGP ഇതിന്റെ മുകളിൽ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും CPI, പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, മുൻ മന്ത്രി സുനിൽകുമാർ അവിടെ സജീവമായി ഉണ്ടായിരുന്നു. സുനിൽകുമാർ തുടക്കം മുതൽ തന്നെ പോലീസിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. വിനീഷ്. ഗുഡ് മോർണിംഗ് പ്രദീപുള്ള, ദേവിക. എന്തായിരുന്നാലും പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ADGP MR അജിത് കുമാറിനെ വിടാതെ പിന്തുടരുകയാണ് CPI എന്നാണ് നമുക്ക് CPIയുടെ മുഖപത്രമായ ജനയുഗം എന്ന പത്രത്തിലെ മുഖപത്രത്തെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പൂരം കലക്കൽ വിഷയം അത് CPM-ന് അല്ലെങ്കിൽ CPIക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം തൃശൂർ ഇലക്ഷൻ ഉണ്ടായി. ആ ഘട്ടത്തിൽ ഇനി ജനങ്ങളുടെ മുന്നിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം CPIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ച് പൂരം കലക്കിയതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് CPI നടത്തുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ ഒരു വിഭാഗം നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ജനയുഗം പത്രത്തിലെ മുഖപ്രസംഗം എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലപാടുകൾ കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് CPI. ഒപ്പം തന്നെ ADGPക്കെതിരായ ആക്ഷേപങ്ങൾ അത് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ട് വീണ്ടും വിവാദങ്ങൾ കെട്ടടങ്ങുന്ന സാഹചര്യത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ CPI ശ്രമിക്കുന്നു. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലം അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലം ഒക്കെ CPIയുടെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. അത് കൈവിട്ടു പോയപ്പോഴുള്ള ഒരു വിരളി പൂണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് CPIയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് രാഷ്ട്രീയമായി ഈ വിഷയത്തെ വിലയിരുത്താം. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് എന്ത് സംഭവിച്ചാലും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ CPI എത്തി നിൽക്കുന്നത്. എന്തായിരുന്നാലും ADGPക്കെതിരായ നിലപാട് വീണ്ടും കടുപ്പിച്ച് CPI നേതാക്കൾ രംഗത്തെത്തുമ്പോൾ തന്നെ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച് തന്നെയാണ് CPI നേതാക്കളും രംഗത്തെത്തുന്നത്. എന്തായിരുന്നാലും ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്നാണ് മുഖപ്രസംഗത്തിലെ ഉള്ളടക്കം എന്നാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിനെ പരോക്ഷമായി വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് CPI നേതാക്കൾ വച്ചു പുലർത്തുന്നത്. അത് ഈ മുഖപ്രസംഗത്തിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും പോലീസിൽ ADGPക്കെതിരായി നൽകിയ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് അത് ADGPയെ സംരക്ഷിക്കാനോ ആണെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലൂടെ CPI നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഇതൊരു വിവാദ വിഷയമായി വീണ്ടും പടർന്നു കത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ യോഗം ചേർന്ന സമയത്ത് പോലും ഇടതുമുന്നണി യോഗം ചേർന്ന സമയത്ത് പോലും കൃത്യമായി CPIയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ADGPക്കെതിരായ ആക്ഷേപങ്ങൾ അത് ആക്ഷേപ നിലപാടുകളിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നാലും അതിൻ്റെ ഒരു പിന്നാമ്പുറത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയെന്നും വേണം നമുക്ക് ഈ ഒരു മുഖപ്രസംഗത്തെ വിലയിരുത്താൻ സാധിക്കുക. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ അതൃപ്തിയുണ്ടെന്ന് CPI തങ്ങളുടെ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പ്രദീപ്. വിനീഷ്, ഇതിനും അപ്പുറത്തേക്ക് ADGPയെ ലക്ഷ്യമിടുമ്പോൾ ADGPക്ക് മുകളിൽ ആഭ്യന്തര വകുപ്പുണ്ട്, ആഭ്യന്തര ചുമതലയുള്ള മന്ത്രിയുണ്ട്, അത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒട്ടും മറയില്ലാതെ അത് ആഭ്യന്തര വകുപ്പിന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും കൂടിയല്ലേ CPIയുടെ ഈ പടപ്പുറപ്പാട്? വിനീഷ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏറ്റവും അധികം നഷ്ടവും വിഷമവും CPIക്കാണ്. കയ്യിലിരുന്ന
സീറ്റ് നഷ്ടപ്പെട്ടത് ഈ വിവാദം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പൂരം അട്ടിമറി മൂലമാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. പക്ഷേ പരസ്യമായി മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കാനുള്ള ശക്തി CPI നേതാക്കൾക്കില്ല. ആ ഒരു ഘട്ടത്തിലാണ് ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള ശ്രമം, ADGP വിവാദം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പരോക്ഷമായി ഇത് ചെന്ന് ഏൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ അൻവർ എറിഞ്ഞ ആ അമ്പ് എങ്ങനെയാണ് അത് ആ തരത്തിൽ തന്നെ ശശിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമവും CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ മുഖപ്രസംഗത്തിലും വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. പോലീസിലെ അന്വേഷണ റിപ്പോർട്ട് അത് ADGPയെ സംരക്ഷിക്കുന്നതാണ് എന്ന നിലപാട് CPI കൈക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ തലോടുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ ഒരു പ്രതികരണം നടത്താൻ CPI നേതാക്കൾ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരോക്ഷ വിമർശനങ്ങളിലൂടെ സർക്കാരിനെ വിമർശിക്കുക എന്ന ലക്ഷ്യം CPI നേതാക്കൾ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലെ ഈ മുഖപ്രസംഗം എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്.